ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 100 ഡേയ്സ് ചലഞ്ചിലെ 10ാമത്തെ ദിവസത്തിലാണ്. 10ാമത്തെ ദിവസം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. ഒപ്പം ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അങ്ങനെ 2 പേരെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതേസമയം നമ്മളുടെ SCERT നിങ്ങൾ ഓരോ പാഠങ്ങൾ വെച്ച് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് SCERT സയൻസ് 5ാമത്തെ പാഠമാണ് പഠിക്കേണ്ടത്. അപ്പോൾ 4 പാഠങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ SCERT നിങ്ങളുടെ ഇഷ്ടപ്രകാരം സയൻസോ സോഷ്യലോ ഓരോ ദിവസം ഓരോ പാഠം വെച്ച് പഠിക്കുക. ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാൻ ക്ലാസ്സുകൾ SCERT ഇടുന്നില്ല. ഇപ്പോൾ നിങ്ങളിടുന്നത് ഈ സിലബസ് വൈസ് ക്ലാസ്സാണ്. നമ്മൾ 7 ദിവസം കൊണ്ടാണ് ഓരോ ടോപ്പിക്കും പഠിച്ച് തീർക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ വേഗം നമുക്ക് ഈ ആഴ്ചയും പഠിക്കണം കേട്ടോ. മഹാത്മാഗാന്ധിയുടെ ജീവിത കാലഘട്ടമാണ് 1769 മുതൽ 1948 വരെ. മഹാത്മാഗാന്ധിയുടെ ജനനം 1869 ഒക്ടോബർ 2, സ്ഥലം ഗുജറാത്തിലെ പോർബന്ദറാണ്. ഈ ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്തലിബായി, പത്നി കസ്തൂർബ ഗാന്ധി. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. മഹാത്മാഗാന്ധിയുടെ വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്നാണ്. കീർത്തി മന്ദിർ. ഒക്ടോബർ 2 നമ്മൾ നേരത്തെ പറഞ്ഞു അന്തർദേശീയ അഹിംസാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേരാണ് മോനിയ. ഇനി പറയുന്ന വർഷങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ്. 1888 ഗാന്ധിജി നിയമം പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോകുന്നത്. നിയമ പഠനത്തിന് ശേഷം തിരിച്ചു വരുന്നത് 1891 ഇനി 1891 തിരിച്ചെത്തിയ ഗാന്ധിജി വീണ്ടും 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹം പോകുന്നത് ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് 1893 പോകുന്നത്. അതിനുശേഷം 1915 ഗാന്ധിജി തിരിച്ചെത്തുന്നുണ്ട്. 1915 ഗാന്ധിജി തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ഈ 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ എല്ലാ വർഷവും നമ്മൾ ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് ഗാന്ധിജി വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദാദാ അബ്ദുള്ള ആയിരുന്നു നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇനി 1896 ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഇനി 1899 ബുവർ യുദ്ധം നടക്കുന്നത്. 1899 ഈ ബുവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു. അതുപോലെ ബുവർ യുദ്ധത്തിൽ ഗാന്ധിജി നടത്തിയ ഇത്തരം സേവനങ്ങളെ പരിഗണിച്ച് അദ്ദേഹത്തിന് കൈസർ-ഇ-ഹിന്ദ് ബഹുമതി 1915 ലഭിച്ചു. കൈസർ-ഇ-ഹിന്ദ്. അതുപോലെ ഗാന്ധിജിക്ക് ഒരു വാച്ച് ഉണ്ടായിരുന്നു, തൂക്ക് ഘടികാരം. അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നാണ്. അതുപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചൊരു പത്രമുണ്ട്. ആ പത്രത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ്റെ ആദ്യത്തെ എഡിറ്റർ മൻസുഖ്ലാൽ നാസർ. ഇനി ഗാന്ധിജി നടത്തിയ കുറച്ച് സത്യാഗ്രഹങ്ങൾ നോക്കാം. അപ്പോൾ 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് ഗാന്ധിജി ഒരു സത്യാഗ്രഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. 1906 ദക്ഷിണാഫ്രിക്കയിൽ. അതിനുശേഷം 1907 ഏഷ്യക്കാരുടെ നിർബന്ധിത രജിസ്ട്രേഷനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ 1906 ആദ്യത്തെ സത്യാഗ്രഹം അത് ദക്ഷിണാഫ്രിക്കയിൽ. അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ സത്യാഗ്രഹം 1906. പിന്നീട് ഏഷ്യക്കാരുടെ നിർബന്ധിത രജിസ്ട്രേഷനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ചു. അത് 1907. ഇനി 1908 ആദ്യത്തെ ജയിൽവാസം ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ട് ആദ്യത്തെ ജയിൽവാസം 1908. ഇനി ഗാന്ധിജി സ്ഥാപിച്ചിട്ടുള്ള 2 ആശ്രമങ്ങളാണ്. അഹമ്മദാബാദിൽ ഒരാശ്രമം സ്ഥാപിച്ചു, അതാണ് സബർമതി ആശ്രമം 1917. പിന്നീട് 1936 സേവാഗ്രാം, മഹാരാഷ്ട്രയിലെ വാർധ എന്ന സ്ഥലത്ത് സേവാഗ്രാം. ഇനി മഹാത്മാഗാന്ധി ഇറക്കിയ കുറച്ച് പത്രങ്ങൾ നോക്കാം. ഓൾറെഡി നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ ഇറക്കിയ ഒരു പത്രം കണ്ടു അല്ലേ, അതിൻ്റെ പേരായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ. ഇനി ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇറക്കിയ പത്രങ്ങളാണ് നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ. ഈ നവജീവൻ ഗുജറാത്തി ഭാഷയിലാണ്, യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലാണ്, ഹരിജൻ ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതുപോലെ ഈ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ച മലയാളിയാണ് ജോർജ് ജോസഫ്. ഇനി ഗാന്ധിജി സ്ഥാപിച്ച ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ 1925 ഗാന്ധിജി ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചു. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് 1925 തന്നെ. ദെൻ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് ടൈം മാസിക ഗാന്ധിജിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം ഓർത്തിരിക്കണം, 1930. അതുപോലെ തന്നെ ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളൂ. അത് 2ാമത്തെ വട്ടമേശ സമ്മേളനമായിരുന്നു. അതുപോലെ ഹരിജൻ സേവക് സംഘ് 1932 സ്ഥാപിച്ചു. അയിത്തോച്ചാടനം ലക്ഷ്യമാക്കിയിട്ട് ഉള്ളതായിരുന്നു 1932 ഗാന്ധിജി ആരംഭിച്ച സംഘടന ഹരിജൻ സേവക് സംഘ്. ഇനി ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1934. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് വാർധ പദ്ധതി. അതുപോലെ നയീം താലിം എന്ന് പറയുന്ന ഒരു നൂതന വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നു. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത പദ്ധതിയാണ് നയീം താലിം നൂതന വിദ്യാഭ്യാസം. അതുപോലെ ഗാന്ധിജിയെ ജയിലിൽ അടച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി താമസിച്ചിരുന്ന ജയിലിൻ്റെ പേരാണ്, അതായത് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ 1942 ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ഒരു 249 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 2089 ദിവസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 2338 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഗാന്ധിജി. ഇനി ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ഏപ്രിൽ 11 ആ ജന്മദിനത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനം. അതുപോലെ ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ്. ഇതിൻ്റെ ആസ്ഥാനം കസ്തൂർബ ഗ്രാം, ഇൻഡോർ, മധ്യപ്രദേശ്. ഇനി ഗാന്ധിജിയുടെ കുറച്ച് ഗുരുക്കന്മാരാണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്, രാഷ്ട്രീയ ഗുരു ഗോഖലെ, രാഷ്ട്രീയ പിൻഗാമി നെഹ്റു, ആത്മീയ പിൻഗാമി വിനോബ ഭാവെ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി. ഇനി ഗാന്ധിജിയും കേരളവും. ഗാന്ധിജി കേരളത്തിൽ 5 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ 5 തവണത്തേൻ്റെയും ഇയറും ഡേറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സന്ദർശനം 1920 ഓഗസ്റ്റ് 18 ആയിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി എത്തിയതാണ്. 1920 ഓഗസ്റ്റ് 18. ഇനി രണ്ടാം കേരള സന്ദർശനം 5 വർഷത്തിന് ശേഷം 1925 മാർച്ച് 8 ആയിരുന്നു. അത് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്.
അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു. അതിനുശേഷം 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എത്തിയിരുന്നു. 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി അവസാനമായിട്ട് അങ്ങനെ കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം. ആ ഡേറ്റും എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്നും പഠിച്ചു വെക്കണം. ഇനി ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതുലക്ഷ്മിബായിയെയും കണ്ടുമുട്ടിയത് 2ാമത്തെ കേരള സന്ദർശന സമയത്താണ്. അതായത് 1925 മാർച്ച് 8 അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെയും സേതുലക്ഷ്മിബായിയെയും കണ്ടുമുട്ടിയത്. ഇനി വടകരയിൽ വെച്ച് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകി ഉള്ള സ്ത്രീയാണ് കൗമുദി ടീച്ചർ. അത് ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശന സമയത്ത് 4ാം സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹരിജൻ ഫണ്ട് ശേഖരണമായിരുന്നു. അപ്പോൾ ഹരിജരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തൻ്റെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ഗാന്ധിജി തൻ്റെ 5ാം കേരള സന്ദർശനത്തിനെ ഒരു തീർത്ഥാടനം എന്നാണ് ഗാന്ധിജി തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 5ാം കേരള സന്ദർശനത്തെയാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി തൻ്റെ 5ാമത്തെ പുത്രൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജംനലാൽ ബജാജ്. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്ന് അറിയപ്പെടുന്നത് ആര്? മീരാബെൻ, സരളാബെൻ എന്നിവരാണ് ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ ശിഷ്യഗണമാണിത്. ഇനി മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര് മെഡലിൻ സ്ലെയ്ഡ്. സരളാബെന്നിൻ്റെ യഥാർത്ഥ പേര് കാതറിൻ മേരി ഹെയിൽമാൻ. ഇനി ഗാന്ധിജിയുടെ ശേഷിയുള്ള 2 കരങ്ങൾ എന്നറിയപ്പെടുന്നത് അലി സഹോദരങ്ങളാണ്, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഇനി ഗാന്ധിജിയുടെ കുറച്ച് വിശേഷണങ്ങളാണ്. ഗാന്ധിജിയെ മറ്റുള്ളവർ വിശേഷിപ്പിച്ചതാണ് ഇപ്പോൾ പഠിക്കുന്നത്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മിക്കി മൗസ് എന്ന് വിളിച്ചത് സരോജിനി നായിഡു. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞത് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇനി ഗാന്ധിജി മറ്റുള്ളവരെ കുറച്ച് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ഗാന്ധിജി യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത്. അതുപോലെ ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ. സമുദ്രം പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ്. അതുപോലെ ഭാരതകോകിലം സരോജിനി നായിഡു, പുലേ രാജ അയ്യങ്കാളി, ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പസ്തോലൻ CF ആൻഡ്രൂസ്, അഭയ് സാധക് ബാബ ആമത്തെ. ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ഗാന്ധിജി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അടുത്തത് ഗാന്ധിജിയുടെ മരണം. 1948 ജനുവരി 30 ഗാന്ധിജി മരിക്കുന്നത്. ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വൈകുന്നേരം 5:17 PM ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ. പഞ്ചാബിലെ അംബാല ജയിലിൽ വെച്ചിട്ടാണ് നാഥുറാമിനെ തൂക്കിലേറ്റിയത്. നാഥുറാമിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായണൻ ദത്താത്രേയ ആപ്തെ. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. ഇനി ഗാന്ധിജി മരിച്ചതിന് ശേഷം കുറച്ച് പേര് ഗാന്ധിജിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു മരണശേഷം. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്: മാംസാദികളാൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് പക്ഷേ വരും തലമുറകൾ ഒരു പക്ഷേ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അതുപോലെ ബർണാഡ് ഷാ പറഞ്ഞത് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തിയാണ് ബർണാഡ് ഷാ.
അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗുജറാത്തി ഭാഷയിലാണ് ഇത് എഴുതിയത്. 1927 ആത്മകഥ എഴുതുന്നത്. അതിൽ ഗാന്ധിജിയുടെ ഗുജറാത്തിയിലെ ആത്മകഥയുടെ പേരാണ് സത്യാന പ്രയോഗോ. ഇനി ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ചിട്ടാണ്. യർവാദ ജയിലിൽ. അതുപോലെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ച ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഗാന്ധിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അതുപോലെ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് റൊമെയിൻ റോളണ്ട്. അത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അല്ല എന്നാണ്, റൊമെയിൻ റോളണ്ട്. ഗാന്ധിജിയെ നൊബേൽ സമ്മാനത്തിന് ആദ്യമായി നാമനിർദ്ദേശം ചെയ്തത് 1937. ഗാന്ധിജി 5 തവണ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. 1948 നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജിയെ ശുപാർശ ചെയ്ത അവസാന വർഷം 1948. ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് സമാധാന നോബൽ സമ്മാനം വിതരണം ചെയ്യാതെയിരുന്നു 1948 വിതരണം ചെയ്യാതിരുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമാണ്, ഗാന്ധിജി എഴുതിയ ആദ്യത്തെ കൃതിയാണ് ഹിന്ദ് സ്വരാജ്. ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഹിന്ദ് സ്വരാജിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശേഷം ഗാന്ധിജി അതിന് നൽകിയ പേര് ഇന്ത്യൻ ഹോം റൂൾ എന്നായിരുന്നു. ഇന്ത്യൻ ഹോം റൂൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം. ഇനി ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗ. ഇതിൽ അനാസ്ഥ യോഗ എന്നാണ് എഴുതിയത്, തെറ്റാണ്. അനാസക്തി യോഗ, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. അനാസക്തി യോഗ. ഇനി ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ചിത്രകഥ ഏത്? ശ്രവണ പിതൃഭക്തി നാടക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭഗത് സിംഗിനെ കുറിച്ചിട്ടാണ്. ഭഗത് സിംഗ് ജനിച്ചത് ലയൽപൂർ ജില്ലയിലെ ബങ്ക ഗ്രാമത്തിൽ 1907 ജനിച്ചത്. ഇന്നത്തെ പാകിസ്ഥാനാണ് അത്. ഓക്കെ. ഇനി രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. അതുപോലെ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കും ബോംബുകളും വിപ്ലവം സൃഷ്ടിക്കില്ല, വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ ഉരകല്ലിൽ മൂർച്ചയേറപ്പെടേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരിയാണ് കർത്താർ സിംഗ് സരഭ. ഇനി ഭഗത് സിംഗ് അംഗമായിരുന്ന സംഘടനയുടെ പേരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇനി കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് എറിഞ്ഞ പോരാളികളാണ് ബതുകേശ്വർ ദത്തും ഒപ്പം ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടിയിട്ട് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ഇനി ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗ്, സുഖദേവ്, രാജഗുരു എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഭഗത് സിംഗ്, സുഖദേവ്, രാജഗുരു ലാഹോർ ഗൂഢാലോചന കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. 1931 മാർച്ച് 23 തൂക്കിലേറ്റിയത്. ലാഹോർ ജയിലിൽ വെച്ചിട്ടായിരുന്നു. ഭഗത് സിംഗ്, സുഖദേവ്, രാജഗുരു എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരേ സ്ഥലത്താണ്. അത് ഹുസൈനിവാല ദേശീയ രക്തസാക്ഷി സ്മാരകം, പഞ്ചാബിലെ ഹുസൈനിവാല ദേശീയ രക്തസാക്ഷി സ്മാരകം. അവിടെയാണ് 3 പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്, ഭഗത് സിംഗ്, സുഖദേവ്, രാജഗുരു. പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. അതുപോലെ ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന തൂലികാ നാമങ്ങളാണ് ബൽവന്ത്, രഞ്ജിത്ത്, വിദ്രോഹി. ഈ തൂലികാ നാമങ്ങളാണ് ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്നത്.
ഭഗത് സിംഗിൻ്റെ സ്മാരകം ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ഭഗത് സിംഗ് ചൗക്ക് ലാഹോർ. അതുപോലെ ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടിരുന്നത് ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം. അതുപോലെ ഭഗത് സിംഗിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് വിത്തൗട്ട് ഫയർ ദ ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ്. ഈ പുസ്തകം എഴുതിയത് കുൽദീപ് നയ്യാറാണ്. ഈ പോയിന്റ് ഇതിൽ എഴുതിയിട്ടില്ല. കുൽദീപ് നയ്യാർ. എന്താണ് ബുക്കിൻ്റെ പേര്? വിത്തൗട്ട് ഫിയർ ദ ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ്. ഈ പുസ്തകം രചിച്ചത് കുൽദീപ് നയ്യാർ. അപ്പോൾ ഇന്ന് ഡേ 10 ആണ്. ഡേ 10 നമ്മൾ ഗാന്ധിജിയും ഭഗത് സിംഗും ആണ് പഠിച്ചത്. അതുപോലെ SCERT സോഷ്യലിൽ 5ാമത്തെ പാഠം നിങ്ങൾ പഠിക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിലെ കൺകോഡ്സ് ആണ്. അത് ഈ ആഴ്ച കൊണ്ട് പഠിച്ചു തീർത്താൽ മതി. അതായത് ഡേ 14 വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ പഠിച്ചു തീർക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇംഗ്ലീഷ് നമ്മൾ ആർട്ടിക്കിൾസ് ആണ് പഠിച്ചത്. ആർട്ടിക്കിളിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തവണ കൺകോഡിൻ്റെ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ആ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.